നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് നാളുകളായി നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന FOMC മീറ്റിംഗിന്റെ ഔട്ട്കം ഇന്നലെ വരികയുണ്ടായി. ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഈ വർഷം 2025 തന്നെ 50 ബേസിസ് പോയിന്റ് കട്ടുണ്ടാകുമെന്നും ഫെഡ് ചെയർമാൻ അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2026 പ്ലാൻ ചെയ്തിരുന്നത് 50 ബേസിസ് പോയിന്റിന്റെ കട്ടായിരുന്നു. പക്ഷേ 25 ബേസിസ് പോയിന്റിന്റെ കട്ടേ 2026 ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ എന്ന് മുൻകൂട്ടി തന്നെ അദ്ദേഹം ഒരു വാർണിംഗ് കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരികയുണ്ടായി. ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഫെഡ് ചെയർമാന്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം മിഡിൽ ഈസ്റ്റ് ടെൻഷൻസും ക്രൂഡ് ഓയിലിന്റെ പ്രൈസസിൽ ഉണ്ടാകുന്ന വർധനവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ ഇൻഫ്ലേഷനിലേക്ക് നയിക്കാമെന്നൊരു സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് നിലനിർത്തിയത് കൊണ്ട് തന്നെ ബെഞ്ച് മാർക്ക് ഫെഡറൽ ഫണ്ട്സിന്റെ ഒക്കെ റേറ്റ് 4.25% മുതൽ 4.5% റേഞ്ചിൽ നിലനിർത്തുകയുണ്ടായി. തുടർച്ചയായി 6ാമത് തവണയാണ് ഈ റേറ്റ് ഇങ്ങനെ നിലനിർത്തുന്നത്. ഇന്നലത്തെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എങ്ങനെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കടക്കാം. US മാർക്കറ്റിൽ S&P 500ഉം നാസ്ഡാക്കും ഫ്ലാറ്റിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 90 പോയിന്റ്സുകളുടെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ FTSE ഫ്ലാറ്റ് ആയിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തി. CACയും ഡാക്സ് ജർമ്മൻ മാർക്കറ്റും ഇന്നലെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോഴും ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനൊപ്പം ഫെഡ് ചെയർമാന്റെ ഭാഗത്തു നിന്ന് വന്ന ഇൻഫ്ലേഷൻ വാർണിംഗും മാർക്കറ്റിനെ ഇന്ന് നെഗറ്റീവ് സെന്റിമെന്റ്സിലേക്ക് തള്ളിവിടാൻ ഒരു പരിധി വരെ കാരണമാകുന്നുണ്ട്. അതുപോലെ കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലൊക്കെ സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സിലാണ് നിലവിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡ് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സ്പെസിഫിക് ആയിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെയും തുടർച്ചയായി 2ാം ദിനത്തിലും നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്നലെ IT സെക്ടറിലൊക്കെ ഇടിവ് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 890.93 കോടി രൂപയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ ബൈ നടത്തുകയുണ്ടായി. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും 1091.34 കോടി രൂപയ്ക്ക് ബൈ ആണ് നടത്തുകയുണ്ടായത്. ഇനി നമ്മുടെ മാർക്കറ്റിലെ സെന്റിമെന്റ്സ് നോക്കുമ്പോൾ ഇപ്പോഴും ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിന് പ്രധാനമായ കാരണമായിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ്, അതായത് FOMC മീറ്റിംഗിന്റെ ഔട്ട്കമും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ വർധനവൊക്കെ തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സിനെയും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മിഴുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സും ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലാണ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ADR സ്റ്റോക്സിലേക്ക് വരുമ്പോൾ ലീഡിംഗ് ആയ എല്ലാ ADR സ്റ്റോക്സിലും HDFC ബാങ്ക് ADR ഒഴികെ നഷ്ടത്തോടു കൂടിയാണ് അമേരിക്കയിൽ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ആക്സിസ് ബാങ്ക് ADR അതേസമയം ഫ്ലാറ്റ് ആയിരുന്നു. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കലുകളിലേക്ക് കടക്കാം. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റി 24,700 സപ്പോർട്ട് എടുക്കുന്നിടത്തോളം നമുക്ക് 24,700നും 25,200നും ഇടയിൽ ഒരു റേഞ്ചിൽ വ്യാപാരം കാണുവാൻ സാധിക്കുമെന്നാണ്. പക്ഷെ ഡൗൺ സൈഡിലേക്ക് 24,500ഉം അപ്പർ സൈഡ് മുകളിലേക്ക് 25,200ഉം ക്രൂഷ്യൽ ലെവൽസ് ആണ്. ഇന്നലെ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 9 പൈസയുടെ നഷ്ടം നേരിട്ട് 86.43 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. അതുപോലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഫ്യൂച്ചർ പൊസിഷനിലെ ഷോർട്ട് പൊസിഷൻ ചൊവ്വാഴ്ച 99,483 കോടി രൂപയുണ്ടായിരുന്നത് ബുധനാഴ്ച വന്നപ്പോൾ 99,183 കോടി രൂപയിലേക്കായി ചുരുക്കിയതായിട്ട് കാണാം. ഏകദേശം 300 കോടി രൂപയുടെ ചുരുക്കലാണ് ഷോർട്ട് പൊസിഷനിൽ. നിഫ്റ്റി 50യിലേക്ക് വന്നു കഴിയുമ്പോൾ ഡെയിലി ചാർട്ട്സിൽ ഒരു സ്മോൾ ബുള്ളിഷ് ക്യാൻഡില് വിത്ത് ലോങ് അപ്പർ ഷാഡോ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സെല്ലിംഗ് പ്രഷർ അറ്റ് ഹയർ ലെവൽസ്. അതായത്
നിഫ്റ്റി മുകളിലേക്ക് പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുന്നു. ഇന്നലത്തെ ഇടിവോടുകൂടി നിഫ്റ്റി അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസ് ആയ 10-day 20-day EMAസിന്റെ ലെവലുകളുടെ താഴെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി ഓപ്ഷൻസ് എക്സ്പയറി ആണ്, തേർഡ് വീക്കിന്റെ. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലേക്ക് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നു. തത്സമയം 24,800 എന്ന ലെവലിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 24,000 എന്ന സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം 24,750 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റ് PCR 0.63 ആയിട്ട് അൾട്രാ ബെയറിഷ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. മാക്സ് പെയിൻ 24,800 എന്ന ലെവലിലും. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ 115 പോയിന്റിന്റെ റാലിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുവാനായിട്ട് സാധിച്ചത്. ആ റാലി മൂലം തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ഒരു ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിച്ചത്. അത് ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസ് ആയ 10-day 20-day EMAയുടെ മുകളിലായിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 56,500 എന്ന ലെവലിൽ കോൾ സൈഡിലേക്ക് മാക്സിമം കോൾ റൈറ്റിംഗും 54,200 എന്ന സ്ട്രൈക്കിൽ പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ PCR 0.73 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 56,000 എന്ന ലെവലിൽ തന്നെ. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. ക്യാപിറ്റൽ റേസ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ. തിലകനഗർ ഇൻഡസ്ട്രീസ് ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, എസ്പെഷ്യലി ഫോറിൻ ലിക്വേഴ്സ്. കമ്പനി $500 മില്യൺ മുടക്കിക്കൊണ്ട് ഇംപീരിയൽ ബ്ലൂ വിസ്കിയെ അക്വിസിഷൻ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് കമ്പനി ജിയോ പേയ്മെന്റ് ബാങ്കിന്റെ ഫുൾ കൺട്രോളും ഏറ്റെടുക്കുകയുണ്ടായി. SBIയിൽ നിന്നും 104.5 കോടി രൂപ വില വരുന്ന സ്റ്റേക്കുകൾ ബൈ ചെയ്യുകയുണ്ടായി സെബിയുടെ നിർദ്ദേശപ്രകാരം. M&M കമ്പനിക്ക് SML ഇസൂസുവിൽ 59% സ്റ്റേക്ക് അക്വിസിഷനുള്ള ക്ലിയറൻസ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുക ഉണ്ടായി. ട്രെൻഡ് മോർഗൻ സ്റ്റാൻലി ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗ് സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. 6,359 രൂപ പെർ ഷെയർ എന്ന ടാർഗറ്റ് പ്രൈസും സ്റ്റോക്കിന് നൽകുകയുണ്ടായി. ഏത് എനർജി കമ്പനി റീറ്റെയിൽ നെറ്റ്വർക്ക് ഇരട്ടിയാക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ള വാർത്തകൾ. ധാൽമിയ ഭാരത് പ്രൊമോട്ടർ കമ്പനിയിലുള്ള സ്റ്റേക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്തകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ നിങ്ങൾ ട്രേഡിംഗ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.